നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് അവയവങ്ങൾ കൂടിച്ചേർന്നതാണ് ശരീരം. നമുക്ക് കൈകളുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരുപാട് അവയവങ്ങളുണ്ട്. ഇനി നമ്മൾ പരോക്ഷത്തിൽ അനുഭവിക്കുന്ന, ഉള്ളിൽ അനുഭവിക്കുന്ന ഒരുപാട് അവയവങ്ങളുണ്ട്. ഹൃദയമുണ്ട്, കിഡ്നിയുണ്ട്, ആമാശയമുണ്ട്, ലിവറുണ്ട്, ഇങ്ങനെ ഒരുപാട് അവയവങ്ങൾ അവിടെയുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഒരു സംക്ഷിപ്ത രൂപത്തെയാണ് ശരിക്കും നമ്മൾ ശരീരം എന്ന് പറയുന്നത്. ഒരുപാട് ഓർഗൻസുകൾ കൂടി ചേർന്ന് ഒരു വലിയ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് ശരീരം എന്ന് നമ്മൾ പറയുന്നത്. ഈ ശരീരത്തിന് സ്വമേധയാ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അവിടെ നമ്മുടെ ജീവൻ്റെ പ്രവർത്തനം കൂടി ചേരുന്ന സമയത്താണ് അത് സജ്ജമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ ഊർജത്തിനും ജീവനും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ ജീവൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ശരീരം എപ്പോഴും എനർജറ്റിക് ആവുന്നു, അല്ല ഊർജ്ജസ്വലമാണ്, ആരോഗ്യമുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക.